കേന്ദ്ര സർക്കാർ ഇടപെടലിൽ 32 വർഷത്തെ തർക്കത്തിന് പരിഹാരം. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ്. മൈജി ഫ്യൂച്ചറിൽ ഒപ്പുവെച്ചത് ഹരിയാന, രാജസ്ഥാൻ യമുന ജലക്കര. കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക ഇടപെടലിനെ തുടർന്ന് ഹരിയാനയ്ക്കും രാജസ്ഥാനും വൻ ആശ്വാസമായിരിക്കുകയാണ്. 3 പതിറ്റാണ്ടിലേറെയായി ഹരിയാനയും രാജസ്ഥാനും തമ്മിൽ നിലനിന്നിരുന്ന തർക്കങ്ങൾക്ക് അന്ത്യം കുറിച്ച് ചരിത്രപരമായ യമുന ജല പദ്ധതി കരാർ ഒപ്പുവെച്ചു. തിങ്കളാഴ്ച ന്യൂഡൽഹിയിൽ വെച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്ര ജലശക്തി മന്ത്രി CR പാട്ടീൽ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. ഹരിയാന മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനിയും രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയും ചടങ്ങിൽ പങ്കെടുത്തു. 34,102 കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന ഒരു വൻകിട പദ്ധതിയാണിത്. പദ്ധതി നടപ്പിലാക്കുന്നതോടെ കുടിവെള്ളക്ഷാമം രൂക്ഷമായ രാജസ്ഥാനിലെ ഷെഖാവതി മേഖലയ്ക്ക് വലിയ ആശ്വാസമാകുന്നതാണ്. യമുന നദിയിലെ ജലം പങ്കിടുന്നതിനായി 1994 മെയ് 12 ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, ഡൽഹി എന്നീ 5 തടസംസ്ഥാനങ്ങൾ ചേർന്ന് അപ്പർ യമുന റിവർ ബോർഡ് കരാർ ഉണ്ടാക്കിയിരുന്നു. ഈ കരാർ പ്രകാരം രാജസ്ഥാന് പ്രതിവർഷം 577 ദശലക്ഷം ക്യൂബിക് മീറ്റർ യമുന ജലത്തിന് അവകാശമുണ്ടായിരുന്നു. എന്നാൽ കരാർ ഒപ്പുവെച്ചെങ്കിലും ഹരിയാനയിൽ നിന്ന് രാജസ്ഥാനിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള കനാൽ ശൃംഖലകൾ നിർമ്മിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ പരമ്പരാഗത കനാൽ രീതിക്ക് പകരം അത്യാധുനിക അണ്ടർഗ്രൗണ്ട് പൈപ്പ് ലൈൻ സംവിധാനം ഉപയോഗിക്കാൻ ഇരു സംസ്ഥാനങ്ങളും സമ്മതിച്ചതോടെയാണ് തർക്കത്തിന് പരിഹാരമായത്. പുതിയ പദ്ധതി പ്രകാരം ഹരിയാനയിലെ ഹത്നികുണ്ട് ബരേജിൽ നിന്നും ആരംഭിച്ച് രാജസ്ഥാനിലെ ചുരു ജില്ലയിലെ ഹൻസിയാവാസ് റിസർവോയർ വരെ നീളുന്ന 295.5 കിലോമീറ്റർ ഭൂഗർഭ പൈപ്പ് ലൈൻ ശൃംഖല നിർമ്മിക്കും. 3.6 മീറ്ററിലധികം വ്യാസമുള്ള 3 വലിയ പൈപ്പുകളാണ് ഇതിനായി സ്ഥാപിക്കുക. ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള മൺസൂൺ മാസങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് ഹത്നികുണ്ട് ബരേജിൽ ഒഴുകിപ്പോകുന്ന അധിക വെള്ളമാണ് രാജസ്ഥാന് നൽകുക. ഇത് വലിയ തടാകങ്ങളിൽ സംഭരിച്ച് ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താൻ ഉപയോഗിക്കും. ഈ പൈപ്പ് ലൈൻ കടന്നു പോകുന്ന വഴിയിൽ ഹരിയാനയിലെ ഭിവാനി, ഫത്തേഹാബാദ് ഉൾപ്പെടെയുള്ള 10 പ്രധാന സ്ഥലങ്ങളിൽ കുടിവെള്ളം ലഭിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അതിനാൽ ഇത് ഇരു സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ ഗുണകരമാണ്. അതേസമയം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലെ സിന്ധു നദീജല കരാറിനെ ചൊല്ലി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര തർക്കം കടുത്ത യുദ്ധപ്രഖ്യാപനത്തിലേക്ക് നീങ്ങുന്നുവെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. പാകിസ്ഥാന്റെ ജലാവകാശത്തിന്മേൽ കൈവയ്ക്കാൻ ശ്രമിക്കുന്നവരുടെ കൈകൾ വെട്ടിമാറ്റുമെന്ന് പരസ്യമായ ഭീഷണിയുമായി പാക് കാലാവസ്ഥാ വ്യതിയാന മന്ത്രി മുസാദിഖ് മാലിക് രംഗത്തെത്തിയിരിക്കുകയാണ്. 2025 ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ 26 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇന്ത്യ തീരുമാനിച്ചത്. ഇതിനെതിരായാണ് ഇപ്പോൾ പാക് ഭരണകൂടം പ്രതികരിച്ചിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ നിയന്ത്രണത്തിലാണ് പാകിസ്ഥാനിലേക്കുള്ള ജലത്തിന്റെ ടാപ്പ് ഇരിക്കുന്നതെന്നും പാകിസ്ഥാനിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ഒഴുകില്ലെന്നാണ് അദ്ദേഹം പറയുന്നതെന്നും മുസാദിഖ് മാലിക് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. പാകിസ്ഥാനിലെ 40 മുതൽ 50% വരെ ജനങ്ങൾ ഉപജീവനത്തിനായി കൃഷിയാണ് ആശ്രയിക്കുന്നത്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയെയും 25% വരുന്ന സമ്പദ് വ്യവസ്ഥയെയും തകർക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നതെന്നാണ് മാലിക് കുറ്റപ്പെടുത്തിയത്. തങ്ങളുടെ വെള്ളം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നവർ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പാകിസ്ഥാൻ ഇതിനകം പ്രഖ്യാപിച്ചിട്ടുള്ളതാണെന്നും മാലിക് ഓർമ്മിപ്പിച്ചു. വെറുമൊരു പ്രഖ്യാപനമല്ല, ഞങ്ങളുടെ ജലാവകാശത്തിന്മേൽ ആരെങ്കിലും കൈവച്ചാൽ ആ കൈകൾ ഞങ്ങൾ വെട്ടിമാറ്റുമെന്ന് മുൻപും തെളിയിച്ചിട്ടുള്ളതാണ്. അന്താരാഷ്ട്ര തലത്തിൽ നീതി എന്താണെന്ന് നാളത്തെ കോൺഫറൻസിൽ തീരുമാനിക്കപ്പെടും. താഴത്തെ തടങ്ങളിലുള്ള കുട്ടികൾക്ക് വെള്ളത്തിനുള്ള അവകാശമുണ്ടോ ഇല്ലയോ എന്ന് ലോകത്തിന് മുൻപിൽ ഞങ്ങൾ ചോദിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇന്ത്യക്കെതിരെ ഒരു ചെറു വിരൽ അനക്കിയാൽ പാകിസ്ഥാനെ ഇന്ത്യ വേരോടെ പിഴുതെറിയുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.